ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ ചാപ്റ്റർ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ്. വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏതാണ്? മഞ്ഞൾ ആസിഡിൻ്റെ സൂചകമാണോ? അല്ല, ബേസിൻ്റെ സൂചകമാണ് അല്ലേ. അപ്പോൾ പതിമുഖം എന്തിൻ്റെ സൂചകമാണ്? ആസിഡിൻ്റെ സൂചകമാണ്. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആസിഡിൻ്റെ സൂചകമല്ല, ബേസിൻ്റെ സൂചകമാണ്. ഫിനോഫ്തലീനും ബേസിൻ്റെ സൂചകമാണ്. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ, മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും 2ാമത്തേത് ആസിഡും 3ാമത്തേത് ബേസുമാണ്. ഇവ ഏതൊക്കെയെന്ന് തൊട്ട് നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്ത് നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവയോരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിലേതാണ് ആസിഡ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആസിഡ് എന്ത് ചെയ്യാൻ പാടില്ല? തൊട്ട് നോക്കാനും രുചിച്ച് നോക്കാനും മണത്ത് നോക്കാനൊന്നും പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ആസിഡ് എന്താണ്? അപകടകരമാണല്ലേ. നമ്മുടെ ശരീരത്തിൽ ആയാൽ പൊള്ളലേൽക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തൊട്ട് നോക്കാൻ പാടില്ല. പിന്നെ ഇവ എങ്ങനെ തിരിച്ചറിയാം? നമുക്കറിയാം ഒരുപാട് സൂചകങ്ങളുണ്ടല്ലേ ആസിഡിനും ബേസിനും തിരിച്ചറിയാൻ. ആ സൂചകങ്ങൾ എന്ത് ചെയ്താൽ മതി? ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ നിറം മാറ്റം നിരീക്ഷിച്ചിട്ട് നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ലിറ്റ്മസ് പേപ്പർ ഒരുപാട് സൂചകം പഠിച്ചിട്ടുണ്ട്. ഫിനോഫ്തലീനും അതുപോലെ മീഥൈൽ ഓറഞ്ചൊക്കെ പഠിച്ചിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കാരണം എന്താണ്? ലോഹങ്ങളല്ല, ആസിഡുകൾ എന്ത് ചെയ്യും? ലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കും. അപ്പോൾ എന്താണ്? രാസപ്രവർത്തനം നടക്കാനുള്ള സാധ്യതയുണ്ട്. ലോഹ അടപ്പ് ഉപയോഗിച്ചാൽ രാസപ്രവർത്തനം നടക്കും. അതുകൊണ്ട് അത് നമുക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഇനി താഴെ ഒരുപാട് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ആസിഡിൻ്റെയും സവിശേഷത കൊടുത്തിട്ടുണ്ട്, ബേസിൻ്റെയും മിക്സ് ചെയ്തിട്ട് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് വേർതിരിച്ച് പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾ 2 ബോക്സ് വരച്ചിട്ട് ആസിഡിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക, ബേസിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഏതാണ്? പുളിരുചിയുണ്ട്, ഏതാണ്? ആസിഡാണ് അല്ലേ. ഫിനോഫ്തലീൻ ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും, ഏതാണ്? ബേസാണ് അല്ലേ. പിന്നെ വഴുവഴുപ്പുണ്ട്, ഏതാണ്? ബേസാണ്. പിന്നെ മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കുന്നത് ആസിഡാണ്. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കുന്നത് ആസിഡാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസാണ്. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ആരാണ്? ആസിഡാണല്ലേ. ആസിഡിൻ്റെ പ്രത്യേകതയാണ്. കാരരുചി ആർക്കാണ്? ബേസിനാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ തന്നിട്ടുള്ള സവിശേഷതകൾ. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊരു ബോക്സ് വരച്ചിട്ട് ആസിഡ് ബേസ് എന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് വരക്കുക. ആസിഡിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടും ബേസിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഓരോന്നും തരം തിരിച്ച് എന്ത് ചെയ്യുക? പട്ടികപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെയാണ് എഴുതേണ്ടത്? പുളിരുചി ഉണ്ട് എന്നുള്ളതും അതുപോലെ മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കുന്നു. ആസിഡുകൾ എന്ത് ചെയ്യും? ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ബോക്സിലും കൊടുക്കുക. മറ്റേതൊക്കെ കാരരുചിയുണ്ട് എന്നുള്ളതും പിന്നെ ഫിനോഫ്തലീൻ ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കുന്നു എന്നുള്ളതും അതുപോലെ അവ 3ഉം എന്ത് ചെയ്യുക? ബേസിൻ്റെ പട്ടികയിലും എഴുതി കൊടുക്കുക. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ആസിഡിൻ്റെ സൂചകങ്ങൾ, ബേസിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രകൃതിദത്തമായി ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണെന്നും ലാബിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണെന്നും കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ നന്നായിട്ട് ബോക്സൊക്കെ വരച്ചിട്ട് എഴുതി കൊടുക്കുക. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.